നമസ്കാരം. മറുനാടും മലനാടും എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ശ്രീ അഡ്വക്കേറ്റ് തോമസ് പണിക്കർ വർഷങ്ങൾക്ക് മുമ്പ് കുവൈറ്റിലെത്തിയ ഒരു മലയാളിയാണ്. ഒരുപാട് അനുഭവങ്ങൾ ഇദ്ദേഹത്തിന് നമ്മളോടൊപ്പം ഷെയർ ചെയ്യാനുണ്ട്. പരിചയപ്പെടാം. ശ്രീ അഡ്വക്കേറ്റ് തോമസ് പണിക്കർ. എൻ്റെ പേര് അഡ്വക്കേറ്റ് പാലവിളയിൽ തോമസ് പണിക്കർ എന്നാണ്. പാലവിളയിൽ നിന്നുള്ള എൻ്റെ വീട്ടുപേരാണ്. കൊല്ലം ഡിസ്ട്രിക്റ്റിൽ കുണ്ട്ര മാറനാട് ചിറ്റാകോടെന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് എൻ്റെ വീട്. പോസ്റ്റ് ഗ്രാജുവേഷനും LLBയും കഴിഞ്ഞതാണ്. അത് കഴിഞ്ഞ് ഞാൻ കൊട്ടാരക്കര ബാറിലായിരുന്നു പ്രാക്ടീസ് ചെയ്തിരുന്നത്. അതിനുശേഷം ഇടയ്ക്ക് ഒരു 5 വർഷം പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ജോലി ചെയ്തു. വീണ്ടും വന്ന് പ്രാക്ടീസ് തുടങ്ങുകയും കൊട്ടാരക്കര വളരെ ചെറിയ 2-3 വർഷം കൂടെ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം കുവൈറ്റിലേക്ക് വരികയും 84-ൽ കുവൈറ്റിൽ ആദ്യം വന്നു. പിന്നെ കുവൈറ്റിലെ സാഹചര്യങ്ങളുമായി അത്ര രസകരമായി തോന്നാത്തത് കൊണ്ട് തന്നെ ഉടനെ തന്നെ 7 മാസം 8 മാസം കഴിഞ്ഞ് തിരിച്ചു പോയി. പക്ഷേ 88-ൽ വീണ്ടും വരേണ്ട സാഹചര്യങ്ങളുണ്ടായി. 88-ൽ വന്നു. അതിനുശേഷം 88 അവസാനത്തോടെ തന്നെ ഞങ്ങളൊരു 6-7 വക്കീലന്മാരെ പരിചയപ്പെട്ടപ്പോൾ ഇവിടെ എൻജിനീയേഴ്സിന് അസോസിയേഷനുണ്ട്, ഡോക്ടേഴ്സിന് അസോസിയേഷൻ ഉണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഈ ആശയം ഉദിക്കുകയും അങ്ങനെ ഒരു 6-7 പേര് ചേർന്ന് ആദ്യമായിട്ട് ഞാൻ ഇവിടെ ഇന്ത്യൻ ലോയേഴ്സിൻ്റെ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടുകയും അതിൽ നിന്ന് ആദ്യം മലയാളി ലോ ഗ്രാജുവേറ്റ്സ് ഫോറം എന്ന് പറഞ്ഞ് ഒരു ചെറിയ രീതിയിൽ തുടങ്ങുകയൊക്കെ ചെയ്തു. മന്ത്ലി എല്ലാ മാസവും കൂടുകയും വക്കീലന്മാരുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തു. കുറേ മെമ്പേഴ്സൊക്കെ കൂടി വന്ന അങ്ങനെ 89-ൽ എൻ്റെ വൈഫും കൂടെ ഉണ്ടായിരുന്നു. 89-ൽ എനിക്ക് കുഞ്ഞ് ജനിക്കുന്നു. 90-ലായപ്പോൾ ഇൻവേഷൻ, ഇറാഖിൻ്റെ പട്ടാളം സുപ്രഭാതത്തിൽ തന്നെ ഇവിടെ കയറി ഇവിടുത്തെ വൈറ്റൽ എല്ലാ പ്രധാന കേന്ദ്രങ്ങളും അവർ കീഴടക്കുകയും ഇവിടുത്തെ ഭരണാധികാരികൾ ഇവിടുന്ന് ഹെലികോപ്റ്ററിലൊക്കെ രക്ഷപ്പെട്ടു പോവുകയും ചെയ്തു. ബാക്കി അനേകരെ ഉപദ്രവിക്കുകയും കുവൈറ്റിൻ്റെ എല്ലാ ഭാഗങ്ങളും അവരുടെ 1 by 1 അവരുടെ കീഴിലാക്കുകയും ചെയ്യുന്ന അവസ്ഥാവിശേഷം സ്ഥിതിയായി. അപ്പം ഞങ്ങളൊക്കെ മനസ്സിലാക്കി, വീണ്ടും ന്യൂസിലൂടെയൊക്കെ മനസ്സിലാക്കുന്നു, ഇറാഖി ഇൻവേഷനാണ്, സദ്ദാം ഹുസൈൻ്റെ ആർമി കുവൈറ്റ് പിടിച്ചെടുത്തിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ അതുമായിട്ട് പൊരുത്തപ്പെട്ടു. അന്ന് മുതൽ ജോലിക്ക് പോക്കൊക്കെ നിർത്തി. എല്ലാവരും അബ്ബാസിയയിൽ തടിച്ചുകൂടി ഓരോ വീടുകളിൽ ഒന്നിച്ച് കഴിയുന്ന അവസ്ഥാവിശേഷം. ആരെങ്കിലുമൊക്കെ എവിടുന്നെങ്കിലുമൊക്കെ പോയി ഫുഡ് കളക്ട് ചെയ്ത് കൊണ്ടുവരും. ഫുഡ് കുറേയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കും. ബാക്കി ഒന്നിച്ച് വെച്ച് കഴിക്കുകയും എടുക്കുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥയായി. വളരെ പ്രയാസപ്പെട്ട് വളരെ ഭാവിയെക്കുറിച്ച് എന്താകും, നമ്മുടെ ഇന്ത്യൻ എംബസി എന്ത് ചെയ്യണമെന്നുള്ളതിനെക്കുറിച്ചൊന്നും യാതൊരു വിവരങ്ങളുമില്ല. പക്ഷേ ബാക്കിയുള്ള രാജ്യക്കാരെല്ലാം, ബംഗ്ലാദേശി ആണെങ്കിലും പാകിസ്ഥാനി ആണെങ്കിലും ഈ അലൈഡ് ഫോഴ്സുമായി ചേർന്ന രാജ്യങ്ങളിൽ നിന്നുള്ള ഈജിപ്തിൽ നിന്നുമൊക്കെയുള്ള പൗരന്മാരൊക്കെ ഓരോരുത്തരും പോയി കഴിഞ്ഞു. അവരൊക്കെ ബൈ റോഡൊക്കെ എങ്ങനെയാണ് പോയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരൊക്കെ ഈ റിസ്ക് എടുത്തുകൊണ്ട് ഓരോ രാജ്യങ്ങളും അവരുടെ പൗരന്മാരെ സ്വദേശത്തെത്തിക്കാൻ അവരെത്തിക്കുകയും അങ്ങനെ എല്ലാ രാജ്യക്കാരും പോയിട്ടും ഇന്ത്യൻസിന് പോകാനുള്ള ഏത് മാർഗം അവലംബിക്കണം എന്ന് ഒഫീഷ്യലി ഒരു ഡയറക്ഷൻ വരാൻ വളരെയധികം താമസിക്കുകയും അവസാനം ഇങ്ങനെ ഇറാഖ് വഴി ജോർദാനിലെത്തിയിട്ട് ജോർദാൻ വരെ എയർ ഇന്ത്യ വരുമെന്നും എയർ ഇന്ത്യയിൽ അവിടുന്ന് ജോർദാനിൽ നിന്ന് നമ്മളെ ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന അറേഞ്ച്മെൻറ്റ് ഇന്ത്യ ഗവൺമെൻറ് ചെയ്യുകയും ചെയ്തു. ഇത്രയും വലിയൊരു എയർ ലിഫ്റ്റിംഗ് വേറൊരു രാജ്യവും നടത്തേണ്ടി വന്നിട്ടില്ല. അത്രയും ഇല്ലായിരുന്നു താനും. അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. നാട്ടിലേക്കെത്തി. അങ്ങനെ സെപ്റ്റംബറിലെത്തി. പിന്നെ വക്കീൽ ആയിട്ട് പ്രാക്ടീസ് ചെയ്യാനുള്ള തയ്യാറെടുപ്പൊക്കെ നടത്തുമ്പോൾ നോർത്ത് ഇന്ത്യൻ യാത്ര ചെയ്യാൻ തീരുമാനിക്കുകയും ഭോപ്പാലിലെത്തുകയും ഭോപ്പാലിലൊരു റീസണബിളി ഗുഡ് ജോബ് ഒരു കമ്പനി ഒരു ഫ്രണ്ട് അറേഞ്ച് ചെയ്ത് തന്നു. സൂര്യ അഗ്രോയിഡ്സ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ് അങ്ങനെ അവിടെ താമസിക്കാൻ തുടങ്ങി. 92 2 വർഷവും കൂടെയൊക്കെ ആയപ്പോഴത്തേക്ക് ഇവിടെ കുവൈറ്റൊക്കെ തിരിച്ചു വന്നു എന്നും ബ്രദറും ഒക്കെ ഇങ്ങ് എത്തി. വൈഫിൻ്റെ സിസ്റ്ററുമൊക്കെ കുവൈറ്റിലേക്ക് പോരുന്നു. അപ്പം വീണ്ടും നമ്മുടെ മനസ്സിലും നമ്മുടെ ജോലി തിരിച്ചു കിട്ടുകയാണെങ്കിൽ
നമുക്ക് പോകാം, കുവൈറ്റ് തന്നെയാണ് നല്ലത്. അവിടെ കാര്യം ഇൻകത്തിൻ്റെ കാര്യത്തിൽ ജോലി കിട്ടിക്കഴിഞ്ഞാൽ വ്യത്യാസമുണ്ടല്ലോ തീർച്ചയായും. അപ്പം അതിൻ്റെ ആ അട്രാക്ഷനിൽ വീണ്ടും കുവൈറ്റിലേക്ക് തന്നെ വന്നു. രണ്ടുപേരും വന്നു. രണ്ടുപേർക്കും പഴയ ജോലികളൊക്കെ തിരിച്ചു കിട്ടുകയും കയറുകയൊക്കെ ചെയ്തു. സംഘടന വീണ്ടും ഞാൻ വന്നതിന് ശേഷം അത് 93-ൽ തന്നെ പുനരുജ്ജീവിപ്പിച്ചു. അന്നത്തെ അവൈലബിൾ ആൾക്കാരെയും പുതിയ കുറേ വക്കീലന്മാരെയൊക്കെ ചേർത്ത് എക്സ്പാട്രിയേറ്റ്സ് ആയിട്ടുള്ള ഇന്ത്യൻസിൻ്റെ ഇടയ്ക്കുള്ള ഒരേ ഒരു ലോയേഴ്സിന് മാത്രമായിട്ടുള്ള സംഘടനയാണ്. അത് കുവൈറ്റിൽ മാത്രമേ ഉള്ളൂ. അത് ഇന്ത്യൻ ലോയേഴ്സ് ഫോറമാണ്. ഞങ്ങൾ 128 മെമ്പേഴ്സ് ഞങ്ങളുടെ ലിസ്റ്റിലുണ്ട്. ഞങ്ങൾക്കൊരു ഡയറക്ടറി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ ഡയറക്ടറി വീണ്ടും അപ്ഡേറ്റ് ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് ഇപ്പോൾ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു. അപ്പോൾ ഇന്ത്യൻ ലോയേഴ്സ് ഫോറം പ്രസിഡൻ്റ് എന്നുള്ള നിലയിൽ അനേകരെന്നെ നിയമ സഹായം ആവശ്യമുള്ളവരും അല്ലാത്തവരും നൂറുകണക്കിന് ആൾക്കാർ നമ്മളെ സമീപിക്കുകയും നമ്മുടെ ഉപദേശം തേടുകയും ചെയ്യാറുണ്ട്. ഇന്ത്യൻ ലോയിലും അതുപോലെ തന്നെ കുവൈറ്റിലെ പ്രശ്നങ്ങളുമായിട്ട്. നമ്മുടെ ഇന്ത്യൻ ലോയേഴ്സ് ഫോറത്തെക്കുറിച്ച് ഇന്ന് പറയുകയാണെങ്കിൽ അതിനകത്ത് ഒരു 30 മെമ്പേഴ്സെങ്കിലും 10-20 വർഷമെങ്കിലും മിനിമം നാട്ടിൽ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളവരാണ്. 15 വർഷം 20 വർഷം സക്സസ്ഫുള്ളായിട്ട് പ്രാക്ടീസ് ചെയ്തിരുന്ന മെമ്പേഴ്സും ഇവിടെ വന്നിട്ടുണ്ട്. അവർ ഉണ്ട്. അവർക്ക് അന്നേരം നാട്ടിലെ ലോയെ സംബന്ധിച്ച് വളരെ ആധികാരികമായുള്ള ഉപദേശം കൊടുക്കാനുള്ള കഴിവുണ്ട്. അതുപോലെ തന്നെ ഇവിടെ തന്നെ വർഷങ്ങളായിട്ട് ഇവിടുത്തെ നിയമ കാര്യങ്ങളും കൈകാര്യം ചെയ്ത് ഓരോ ലോ ഫേമിൽ ജോലി ചെയ്ത് ജീവിക്കുന്ന 10-25 വക്കീലന്മാരെങ്കിലും ഉണ്ട്. അവർക്കൊക്കെ ഈ വിളിക്കുന്നവർക്ക് ഒരാൾക്ക് അറിയത്തില്ലേ, പരസ്പരം അവർ ചർച്ച ചെയ്തിട്ട് ഇതിനെന്താണ് പരിഹാരം, അപ്പം അങ്ങനെ എന്താണ് ലീഗലി നമ്മുടെ പോസിബിലിറ്റീസ്, അതിനുള്ള പരിഹാരം എന്താണ് എന്ന് നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ഉപദേശങ്ങൾ നൽകാൻ സാധിക്കുന്നുണ്ട്. ഇതിനകത്ത് ഏറ്റവും വലിയ പ്രയോജനം എന്ന് പറയുന്നത് ഇവിടെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മലയാളികൾക്കൊരു ഡയറക്റ്റ് എന്നൊരു കുവൈറ്റി ലോയറെ സമീപിക്കാനൊക്കെ വലിയ വിഷമമുണ്ട്. കമ്മ്യൂണിക്കേഷൻ പ്രശ്നമുണ്ട്. അവർ കുവൈറ്റികൾ എന്ത് വിചാരിക്കും, നമ്മളുടെ കൂടെ നിൽക്കുമോ എന്നൊക്കെയുള്ള ഡൗട്ടും ഒക്കെ ഉണ്ട്. ഇതിനൊരു മീഡിയമായിട്ട് നമുക്ക് കുവൈറ്റി ലോയറുമായിട്ട് ഞാൻ വളരെ നല്ല റിലേഷൻ ഈ വക കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാക്കി ഓൾറെഡി വെച്ചിട്ടുണ്ട്. അവരെ ഒരു മീഡിയം ഒന്ന് ബന്ധിപ്പിച്ചു കൊടുക്കാൻ തന്നെ അതൊരു വലിയ കംഫർട്ടാണ് യഥാർത്ഥത്തിൽ. അപ്പം വിവരങ്ങളും ഒക്കെ അറബിയിലൊന്നും കുവൈറ്റി ലോയറോട് പറഞ്ഞു ഫലിപ്പിക്കാൻ പറ്റാത്തവരും മലയാളത്തിൽ എന്നോട് സംസാരിക്കുകയും ഞാൻ അവരോട് വിഷയങ്ങൾ അവതരിപ്പിക്കുകയും അങ്ങനെ ലിറ്റിഗേഷന് പോകേണ്ട ഒരു കേസുകളോ കാര്യങ്ങളോ ആണെങ്കിൽ ലിറ്റിഗേഷന് പോവുകയും ചെയ്യും. അതുപോലെ കമ്പനികളെ സംബന്ധിച്ച് വരുമ്പോൾ ലേബർ ലോയിൽ പല പ്രശ്നങ്ങൾ കമ്പനികൾക്ക് നേരിടാം. അതുപോലെ അവിടെ ജോലി ചെയ്യുന്ന ജോലിക്കാരെ സംബന്ധിച്ച് ലേബർ ഇഷ്യൂസ് ഉണ്ടാകാം. അപ്പോൾ രണ്ട് കൂട്ടർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പനികൾക്കും പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ അവിടെ ജോലി ചെയ്യുന്നവരും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ വക കാര്യങ്ങളാൽ വരുന്ന ഡിസ്പ്യൂട്ടുകൾ അവർ നമ്മുടെ അരികെ വരികയും നമുക്ക് ചെയ്യാവുന്ന പരിഹാര മാർഗങ്ങളിലേക്ക് നമ്മൾ പോവുകയും കോടതിയിലേക്ക് പോകേണ്ടതാണ് കോടതിയിലേക്ക് മാറ്റുകയും അഡ്വൈസ് കൊണ്ട് തന്നെ തീരുന്നതാണ് അഡ്വൈസ് കൊണ്ട് തീർക്കുകയും ചെയ്യും. അതുപോലെ തന്നെ എന്നെ സംബന്ധിച്ച് കമ്പനി ഫോർമേഷൻ, ഒരു പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻ്റ്, കമ്പനി പുതുതായിട്ട് രൂപം പ്രാപിക്കുന്നവരെങ്ങനെ വേണം, എങ്ങനെ തുടങ്ങേണ്ടത്, അല്ലെങ്കിൽ കുവൈറ്റിയുമായിട്ട് ചേർന്ന് ബിസിനസ് ചെയ്യുമ്പോൾ നമ്മൾ പാർട്ട്ണർ ആകുന്നതാണോ നല്ലത്, അതോ ഓൾറെഡി ഉള്ള ഒരു കുവൈറ്റി കമ്പനിയോടുകൂടി നമ്മൾ മുതൽ മുടക്കിക്കൊണ്ട് തുടങ്ങിയാൽ നമുക്ക് എന്തെങ്കിലും ദോഷമുണ്ടോ, ഭാവിയിൽ എന്തെങ്കിലും സംഭവിക്കുമോ, അങ്ങനെ അവർക്ക് വേണ്ട കോൺട്രാക്റ്റുകൾ ഉണ്ടാക്കി കൊടുക്കുകയും അല്ലെങ്കിൽ അവർക്ക് തന്നെ ഒരു കുവൈറ്റി ലോയറെ തന്നെ കണ്ടേ പറ്റൂ എന്നുള്ള ഒരു അവസ്ഥയുള്ളിടത്ത് ആ കുവൈറ്റി ലോയറുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി കൊടുക്കുകയും അവരുടെ കാര്യങ്ങൾ ലീഗലി ഏറ്റവും നന്നായ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്ത് കൊടുക്കാനും ഒക്കെ സാധിക്കുന്നുണ്ട്. എൻ്റെ വൈഫ് സുജനാമ എന്നാണ് പേര്. 5-6 വർഷം മുമ്പ് വരെയും യുണൈറ്റഡ് അറബ് ഷിപ്പിംഗ് കമ്പനിയിൽ ജോലി ചെയ്തിരുന്നു. ഇപ്പോൾ മക്കളെയും നോക്കി കാര്യങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത് പുള്ളിക്കാരി. മക്കൾ 2 പേരാണ്, സുജിത് എന്നും സുനിത്ത് എന്നും. 2008 ഒരു സീനിയർ ലോയറായിട്ട് അരാംകോയിൽ ആക്ച്വലി KJO എന്ന് പറയുന്ന അൽ ഖബ്ജി ജോയിൻ്റ് ഓപ്പറേഷൻ, അരാംകോയും കുവൈറ്റിൻ്റെ KGOCയും ചേർന്ന് 50-50% ആയിട്ട് ഉള്ള ഒരു കമ്പനിയാണ്. അവിടെയാണ് ഞാനിപ്പോൾ